ഹലോ, ഇന്ന് ഷെയർ ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 4 തരം മുട്ടക്കറിയാണ് കേട്ടോ. നമുക്ക് ചോറ്, ചപ്പാത്തി, അപ്പം എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള 4 വെറൈറ്റി മുട്ടക്കറിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നും. നിങ്ങൾക്ക് ഏതാണോ വേണ്ട അതെടുത്ത് കാണാം കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മുട്ട വേവിച്ചെടുക്കാം. മുട്ട വേവിച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിലാവുമ്പോൾ നമുക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിലൊഴിച്ചിട്ട് പൊട്ടിച്ച് ഡയറക്റ്റ് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ സാധാ ചെയ്യുന്ന പോലെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എഗ് ബോയിലറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബൗളിൽ 1/4 ഭാഗത്തോളം ഇതിലൊരു മാർക്കുണ്ട്. അപ്പോൾ അതിൽ 1/4 ഭാഗത്തോളം വെള്ളം ചേർത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ഈ ഒരു എഗ് ബോയിലർ വെച്ചിട്ട്. നമുക്കൊന്നും കൂടി എളുപ്പമാണ്. കറക്റ്റ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുത്താൽ മതി. മുട്ട ഒഴിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്തെങ്കിലും അങ്ങനത്തെ സംഭവം ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു ആണി പോലെ ഒരു സംഭവമുണ്ട്, ഒരു സൂചി പോലെ. അപ്പോൾ അത് നമ്മൾ ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് മുകൾ ഭാഗം വരുന്ന രീതിയിൽ വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ഞാൻ സാധാ ഇങ്ങനെ ചെയ്യാതെയും ഡയറക്റ്റ് വെച്ച് കൊടുക്കലും ഉണ്ട്. പക്ഷെ ഇവർ പറയുന്നത് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് വേവിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ ഒന്നും കൂടെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പം 4 തരം കറി ഉണ്ടാക്കിയെടുക്കാനല്ലേ, അപ്പം അതിന് വേണ്ടിയിട്ടാണ്. ഇതന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും കേട്ടോ. വെന്ത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ നോക്കേണ്ടതില്ല. വെന്ത് കഴിയുമ്പോൾ ഇതന്നെ ഓഫ് ആവും. അപ്പം നമ്മളിത് ഇതിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് പെട്ടെന്ന് തൊലിയൊക്കെ നല്ല ഈസി ആയിട്ട് പൊടിഞ്ഞു പോവാത്ത രീതിയിൽ പാകത്തിന് വെന്ത് തൊലി കളയാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതും ഞാൻ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. നമുക്കെപ്പോഴും ആവശ്യമുള്ള സാധനമാണല്ലോ എഗ് ബോയിലർ. എൻ്റെ കയ്യിൽ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചൊന്ന് പഴയതായതുകൊണ്ട് പുതിയത് ഞാൻ ഇതിൽ യൂസ് ചെയ്തപ്പോൾ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മുട്ടക്ക വേവിച്ച് വെച്ചിട്ട് ഇനി റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് ഒരു മുട്ട മസാലയാണ്, ഒരു വെറൈറ്റി മുട്ട മസാലയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിന് ഏറ്റവും നല്ലത്. ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് 4 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിയ 4 സവാള നല്ലോണം തിന്നായിട്ട് അരിഞ്ഞിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മളിത് നല്ലോണം വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 തണ്ട് കറിവേപ്പില, അതുപോലെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം ഈ ഒരു സവാള. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. ഇത് കുറച്ചൊന്ന് വഴന്ന് വരുമ്പോൾ ചെറിയൊരു രീതിയിൽ ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലോട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒരു ചെറിയ കഷ്ണമാണ് കേട്ടോ, ഒരു 1/4 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി. ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ചെറുതായിട്ടിപ്പോൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചിയും ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു 3 പച്ചമുളകും, ഇത് 3ഉം കൂടെ ക്രഷ് ചെയ്തതാണ്. എന്നിട്ട് ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇത് പോരാട്ടോ, ഇനി നന്നായിട്ട് ഇത് ഒന്ന് ഇനിയും വഴന്ന് വരണം. ഒന്ന് വെന്ത് ഉടയുന്ന പരുവത്തിൽ തന്നെ ഈ ഒരു സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യം പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ഉള്ളത് 2 ടീസ്പൂണ് മല്ലി, 1 ടീസ്പൂണ് പെരുംജീരകം, 10 കശുവണ്ടി, 3 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ 2 ചെറിയ കഷ്ണം തക്കോലം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. എടുക്കുകയൊന്നും വേണ്ട, ഡയറക്റ്റ് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമ്മളിത് വഴറ്റിയെടുക്കാൻ വെച്ചിട്ടുള്ളത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ വഴന്ന് വരണം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇത്രയും മതി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള, അധികം എരിവില്ലാത്തത്. എന്നിട്ടൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത കൂട്ടാണ്. അപ്പോൾ ഈ ഒരു കൂട്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് എല്ലാം കൂടെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് 1 മിനിറ്റ് വേണ്ട കേട്ടോ, 1/2 മിനിറ്റൊക്കെ മതി. മൂടി വെച്ചാൽ മതി. 1/2 മിനിറ്റ് മൂടി വെച്ചിട്ട് ഇതുപോലെ വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ. ഏകദേശം
ഇപ്പം ഞാൻ അരക്കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്, പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ആക്കിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ പോരാന്ന് തോന്നുമ്പോൾ ഞാൻ വീണ്ടും 1/4 കപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ 3/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മസാലയും സവാളയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഉപ്പ് നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് ചേർത്തിട്ടുണ്ടായിന്, അപ്പോൾ നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് വെള്ളം നമ്മൾ പിന്നീട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് 1-2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതിലുള്ള എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് മൂടി വെക്കാം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിന്. ഇപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ. 1 മിനിറ്റ് ഒക്കെ ആയിട്ട് ഇതുപോലെ തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മുട്ട ചേർത്ത് കൊടുക്കാം ആദ്യം. അപ്പോൾ മുട്ട ഞാനൊന്ന് നേരത്തെ നമ്മൾ വേവിച്ച മുട്ട ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 2-3 സൈഡ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി, ഇതിലോട്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക, ഈ ഒരു മുട്ടയിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ആണെങ്കിൽ ഒന്നും കൂടെ നല്ലത് കേട്ടോ. നമുക്ക് എത്രയാണ് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് 1/2 കപ്പ് അല്ലെങ്കിൽ 3/4 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ ഒന്ന് ഒരു തിക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നല്ല തിക്ക് ഗ്രേവി തന്നെയാണ്. സവാളയൊക്കെ വെന്ത് നല്ലോണം വടഞ്ഞിട്ടൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കാതെ ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ചെയ്യുമ്പോൾ ഒരുപാടൊന്നും അല്ല കേട്ടോ. ഒരു മുളക് കറി പോലെ തന്നെയാണിത്, അല്ലാത്ത ഒരു കുറുകിയ ചാറ് പോലെ അല്ല. അപ്പോൾ ഞാനിപ്പോൾ വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്, തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല. ചേർക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു 1/4 കപ്പൊക്കെ മതിയാകും. ഇപ്പം ഞാൻ ഏകദേശം 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു 3/4 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇനി നന്നായിട്ട് തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇതിലോട്ട് ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ അവസാനമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കറിയുടെ പ്രത്യേകത, നമ്മൾ ഇതിലോട്ട് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ സവാള അരച്ചെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ സവാള വഴറ്റി വേവിച്ചെടുത്തിട്ടുള്ള ഗ്രേവി തന്നെയാണ്, സവാളയും തക്കാളിയും ഒക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്താലാണ് ഈ ഒരു രീതിയിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. ഇതുപോലെ ഒരു കേരള സ്റ്റൈലിലുള്ള എഗ് റോസ്റ്റ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിന്. അത് ടേസ്റ്റ് വേറെയാണ്. ഏകദേശം കാണാൻ ഇതുപോലെ തന്നെയാണ്, പക്ഷേ ടേസ്റ്റ് വേറെയാണ് കേട്ടോ ആ ഒരു കറി. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാട്ടെ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും ഇത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ റൈസിൻ്റെ കൂടെ ഒക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. പുഴുക്കലരി ചോറിനേക്കാളും നെയ്ച്ചോറാണ് ഇത് ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് വെറും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ 1-2 ടേബിൾ സ്പൂൺ മാത്രം എണ്ണ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, നല്ലോണം ചെറുതാക്കി അരിയണമെന്നില്ല കേട്ടോ. അതുപോലെ ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 2 ചെറിയ പച്ചമുളക്, 1 ടീസ്പൂണ് ക്രഷ് ചെയ്ത ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു തക്കാളിയും കൂടെ, ഒരു വലിയൊരു തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഒരു തട്ടിക്കൂട്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. നമുക്കെല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്താൽ മതി. തേങ്ങയൊക്കെ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഇതിലോട്ട് 1 ടീസ്പൂൺ നിറച്ചെണ്ണ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണ് ഇറച്ചി മസാല പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മാത്രം ഗരം മസാല പൗഡർ, പിന്നെ ഇച്ചിരി ഒരു പേരിന് വേണ്ടിയിട്ട് മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നിങ്ങൾ പച്ചമുളക് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. അതുപോലെ കുരുമുളക് പൊടിയും കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് കറിയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്, അപ്പോൾ അതിനുള്ള അളവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലോണം എരിവ് കൂടി പോകും, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിരകിയ തേങ്ങയാണ് കേട്ടോ. ഏകദേശം 1 കപ്പോളം ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു തേങ്ങ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു തേങ്ങയും മസാലപ്പൊടിയും സവാളയും എല്ലാം കൂടെ ഇതിൽ എണ്ണമയം ഉണ്ടെങ്കിൽ
തേങ്ങക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തേങ്ങ നന്നായിട്ട് വലിച്ചെടുക്കും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കൂടി നിങ്ങൾക്ക് ഒരുമിച്ച് ചേർക്കുന്നെങ്കിൽ അങ്ങനെ ഒരുമിച്ച് ചേർത്തിട്ട് ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, ഒരുപാട് പണിയൊന്നും ഇല്ല കേട്ടോ. എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ. ഇനി നമ്മളിത് ചൂടാറി കഴിയുമ്പോൾ ബ്ലെൻഡറിലിട്ടിട്ട് പാകത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇനി വെള്ളം ഈ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് പാകത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ഇനി ഇതിലോട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് തിളക്കുമ്പോൾ നമ്മൾ വേവിച്ച മുട്ട ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച മുട്ട ചേർത്ത് കൊടുക്കാം. 3 മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 4 5 ചേർത്ത് കൊടുക്കാം ഈ ഒരളവിൽ. പിന്നെ ഒരിച്ചിരി മല്ലിയിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേവിച്ച മുട്ട ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ് എപ്പോഴും, മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒന്നും കൂടെ തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു മുട്ടക്കറി എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. നമുക്ക് ഏത് നേരവും സെർവ് ചെയ്യാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണിത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റാം. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ബട്ടർ എഗ് മസാലയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ 1-2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. ഇത് ചൂടായി വരുമ്പോഴേക്കും ഒരു 2 മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ക്രഷ് ചെയ്ത ഇഞ്ചി, അതുപോലെ 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത വെളുത്തുള്ളി, രണ്ടും കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നല്ലോണം തിന്നായിട്ട് അരിഞ്ഞെടുക്കണമെന്നില്ല, നമ്മൾ പിന്നീട് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 1-2 പച്ചമുളക്, വലുതാണെങ്കിൽ 1 പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ചെറുതായതുകൊണ്ട് 2 പച്ചമുളകും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ലോണം അങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അണ്ടിപ്പരിപ്പ് ഏകദേശം ഒരു 10-12 അണ്ടിപ്പരിപ്പ്, ഒരു 10 എണ്ണൊക്കെ മതിയാകും. ഞാനൊന്ന് ക്രഷ് ചെയ്ത അണ്ടിപ്പരിപ്പാണ് കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം, ഒരു ചെറിയൊരു കളർ മാറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടാണ് നമ്മൾ ഇതിലോട്ട് ഇനി തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 മീഡിയം സൈസിലുള്ള തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് ഇത് വാടി വരുന്നവരെ ഒന്നും കൂടെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി ചൂടാറി കഴിഞ്ഞിട്ട് നമ്മളിത് ബ്ലെൻഡറിലോട്ട് ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ ഉണ്ടാവുകൊണ്ട് നമ്മളിതിലോട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രം ചൂടാക്കുമ്പോൾ ഇതിലോട്ട് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ക്യൂബ് ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ച ഈ ഒരു കൂട്ട് ആദ്യം ഇട്ട് കൊടുക്കുക. വെള്ളം ചേർക്കാതെ ഈ ഒരു കൂട്ട് മാത്രമായിട്ട് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വഴറ്റി ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ പോലൊക്കെ ഇങ്ങനെ വരും ചെറുതായിട്ട്. അപ്പോൾ കുറച്ച് നേരം 1 മിനിറ്റൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഫ്ലെയിം കുറച്ചിട്ട് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ ഇനി വീണ്ടും ഒന്ന് ഇതുപോലെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊരു 1/2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്ന ഈ ഒരു രീതിയിലായി കിട്ടും. നല്ലോണം അങ്ങനെ എണ്ണ തെളിഞ്ഞു വരണമെന്നില്ല കേട്ടോ, ചെറുതായിട്ട് ഈ ഒരു ടെക്സ്ചറായാൽ മതി. ഇനി നമ്മൾ ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള നമ്മൾ ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് നേരത്തെ അരച്ച ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം തിക്നെസ് വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നീട് നമ്മൾ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് പാകത്തിനുള്ള പരുവമാക്കി എടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ഒരു 1/4 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി വേണമെങ്കിൽ മാത്രം നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ചിട്ട് ഇതിലോട്ട് പുഴുങ്ങിയ മുട്ട ഞാൻ ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തം 3 മുട്ടയാണ് ഇതിലോട്ടും എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്
കസൂരി മെത്തിയാണ്. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കൈ കൊണ്ട് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കസൂരി മെത്തി ഇതിന് നിർബന്ധമാണ് കേട്ടോ. കസൂരി മെത്തി അതുപോലെ കശുവണ്ടി നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ. ശരിക്കും ഈ ഒരു ബട്ടർ എഗ് മസാല നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. എന്തായാലും ഒരിക്കലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. മുമ്പേ ചെയ്യാറുള്ളൊരു റെസിപ്പിയാണിത്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ പാകത്തിനായിട്ടുണ്ട്. നല്ല പാകത്തിനുള്ള തിക്നെസ് തന്നെയാണ്. ഇനി ഇതിലോട്ടൊന്നും ചേർക്കണ്ട. ഇനി നമുക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ എന്ന രീതിയിൽ ഒരിച്ചിരി ഫ്രഷ് ക്രീം മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെറിയൊരു കഷ്ണം ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ബട്ടർ എഗ് മസാല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എന്തായാലും ഒരിക്കലും ഉണ്ടാക്കി നോക്കാം. ഇനി ഉണ്ടാക്കിയെടുക്കുന്നതും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എഗ് മസാല കറിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. ഇത് ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണയാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു വലിയ സവാളയാണ്. അതുപോലെ 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത ഇഞ്ചി, 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത വെളുത്തുള്ളി, ഒരു 1-2 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. 2-3 പച്ചമുളക്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. തിന്നായിട്ട് അരിഞ്ഞെടുക്കണം ഇതിന് വേണ്ടിയിട്ട് സവാള. നമ്മളിത് പിന്നീട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നൊന്നുമില്ല. ഇതിപ്പോൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. വലിയ ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ള. ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തക്കാളി ഒന്ന് വാടി കിട്ടണം. നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ചെറുതായിട്ട് ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടണം. ഇതിപ്പോൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് മൂടി വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനപ്പോൾ ഇത്രയും മതി. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ചിട്ട്. അപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ നിറച്ചെണ്ണ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് പെരുംജീരകം ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച മുട്ട ആദ്യം ചേർത്ത് കൊടുക്കുക. 4 മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ മസാലയൊക്കെ മുട്ടയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇത്രയും മതി. ഒരു 10-20 സെക്കൻഡൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2ാം പാലാണ്. ഏകദേശം 1/2 കപ്പോളം 2ാം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് തിളപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1ാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് അവസാനമായിട്ട്. അപ്പോൾ ആദ്യം നന്നായിട്ട് തിളക്കട്ടെ. കുറച്ച് നേരം ഒന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്കിതിലോട്ട് 1ാം പാലും പിന്നെ കുറച്ച് 1-2 കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് 1/2 കപ്പ് 1ാം പാല് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ തൽക്കാലം തേങ്ങാ പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തേങ്ങാ പൗഡറാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾ കട്ടി തേങ്ങാപ്പാൽ 1/2 കപ്പ് 1ാം പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ ഇത് ചെറുതായിട്ട് തള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി 1-2 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. കുരുമുളക് പൊടി കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂണ്. അതുപോലെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. ഈ ഒരു മുട്ടക്കറിയും എളുപ്പമാണ്. എല്ലാത്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റിയൊരു മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.